അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 48 ഭാഗങ്ങൾ ഇതിന്റെ മുമ്പ് നമ്മളുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഇത് 49ാമത്തെ ഭാഗമാണ്. ഇതിൽ ചില മസലയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കേട്ട് മനസ്സിലാക്കുകയും വളരെയധികം സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. നമസ്കാരത്തിൽ 2 കൈകൾ ചെവിയുടെ നേരെ ഉയർത്തൽ സുന്നത്തുള്ള സ്ഥലങ്ങളാണ് ആദ്യമായി ഇതിൽ വിവരിക്കുന്നത്. എപ്പോഴെല്ലാമാണ് 2 കൈകളും 2 ചെവിയുടെ നേരെ ഉയർത്തേണ്ടത്? അതാണ് ഇവിടെ ആദ്യമായി പറയുന്നത്. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തക്ബീറോട് കൂടെ തക്ബീർ തുടങ്ങുമ്പോൾ തന്നെ കൈ ഉയർത്തൽ തുടങ്ങുകയും രണ്ടും ഒപ്പം അവസാനിക്കുകയും ചെയ്യുക എന്നതാണ്. അതിന്റെ 4 രൂപങ്ങളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അഫ്ളൽ ഉണ്ടാകുമ്പോൾ അത് തന്നെ ചെയ്യണം എന്നതുകൊണ്ട് മറ്റു രൂപങ്ങൾ ഇവിടെ വിവരിക്കുന്നില്ല. അതാണ് ഏറ്റവും അഫ്ളൽ. അപ്പൊ ഒന്നാമതായിട്ട് 2 കൈ ചെവിയുടെ നേരെ ഉയർത്തൽ സുന്നത്തുള്ള ഒരു സ്ഥലം, അത് 4 റക്അത്തുള്ള നമസ്കാരമാണെങ്കിലും 2 റക്അത്തുള്ള നമസ്കാരമാണെങ്കിലും 3 റക്അത്തുള്ള നമസ്കാരമാണെങ്കിലും ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത്. 2 റുകൂഇലേക്ക് പോകുന്ന സമയത്ത്. റുകൂഇലേക്ക് പോകുന്നതും ആ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതും ഒപ്പമായിരിക്കണം. അതോടുകൂടെ കൈ ഉയർത്തുക ആ റുകൂഇലേക്ക് പോകുന്ന സമയം. അതാണ് രണ്ടാമത്തത്. ഇത് ഓരോ റക്അത്തിനും ആ റക്അത്തിന്റെ എണ്ണം അനുസരിച്ച് ഉണ്ടാകും. 3 റക്അത്താണെങ്കിൽ മഗ്രിബിൽ 3 പ്രാവശ്യം ഉണ്ടാകും. ഓരോ റക്അത്തിനും ഓരോ പ്രാവശ്യം. മൂന്നാമത്തത് ഇത്തിദാലിലേക്ക് വരുന്ന സമയത്ത്, അഥവാ റുകൂഇൽ നിന്ന് ഉയരുന്ന സമയത്താണ്. റുകൂഇൽ നിന്ന് തലം കൊണ്ട് ഉയർത്തി ഇത്തിദാലിലേക്ക് വരുമ്പോൾ 2 കൈ ചെവിയുടെ നേരെ ഉയർത്തണം. എന്നിട്ട് താഴ്ത്തിയിടുകയാണ് വേണ്ടത്. എന്നാൽ ഹനഫി മദ്ഹബുകാര് ഇതിന് എതിരാണെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് ചില ആളുകൾ അങ്ങനെ ആ സമയത്ത്, അഥവാ റുകൂഇൽ നിന്ന് ഉയരുന്ന സമയത്ത് കൈ ഉയർത്തിയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് ബാധിക്കുന്നവരും ഉണ്ട് ഹനഫി മദ്ഹബിൽ. ഇവിടെ ഒരു സംശയം ഉണ്ടാവാം. അതെന്താന്ന് ചോദിച്ചാൽ, ഷാഫി മദ്ഹബിൽ മിക്ക കാര്യങ്ങളിലും ഹനഫി മദ്ഹബിനെ പരിഗണിച്ചുകൊണ്ട് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലതും വുളൂഇന്റെ സന്ദർഭങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഖിലാഫിന് ഹനഫി മദ്ഹബുകാർ ബാത്തിലാകും എന്ന് പറയുമ്പോൾ, റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ കൈ ചെവിയുടെ നേരെ ഉയർത്താൻ പാടില്ല, ഉയർത്താതിരിക്കൽ സുന്നത്താണ് എന്നല്ലേ പറയേണ്ടത് എന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു മദ്ഹബിന്റെ ഖിലാഫിനെ സൂക്ഷിക്കണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, സ്ഥിരപ്പെട്ട ഹദീസിന് എതിരാവാൻ പാടില്ല ആ ഖിലാഫ് എന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അനേകം സഹാബികൾ മുഖേന റിപ്പോർട്ട് ചെയ്യപ്പെട്ട സുന്നത്തായ കാര്യമായതുകൊണ്ട്
ആണ് ഇവിടെ ആ ഖിലാഫിനെ പരിഗണിക്കാതിരുന്നത് എന്ന് സുയൂത്തി ഇമാം അൽ അസ്ബാഹു വൻ നവാഹിർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നാലാമത് കൈ ഉയർത്തൽ സുന്നത്തുള്ള സമയം ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് നിൽക്കുമ്പോൾ രണ്ട് കൈയും ചെവിയുടെ നേരെ ഉയർത്തിയിട്ടാണ് പിന്നീട് കൈ കെട്ടേണ്ടത്. കൈ ഉയർത്തുക എന്നതിലെ ഏറ്റവും പൂർണ്ണമായ രൂപം അവന്റെ വിരലുകളുടെ തലകൾ ചെവിയുടെ മേൽഭാഗത്തേക്കും രണ്ട് തള്ളവിരലുകൾ ചെവിയുടെ കുന്നികളിലും എത്തുന്ന രീതിയിൽ രണ്ട് ഉള്ളം കൈകൾ ചുമരിന്റെ നേരെയും ആകുന്ന രീതിയിൽ കൈ ഉയർത്തലാണ് സുന്നത്ത്. അതാണ് കൈ ഉയർത്തേണ്ട രൂപം. ഈ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഉയർത്തി നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ കൈ ഉയർത്തണം എന്ന് പറയുന്നതിനുള്ള ഹിക്മത്ത്, എന്തിനാണ് അങ്ങനെ കൈ ഉയർത്തുന്നത്, അതിലുള്ള തത്വം ആണല്ലോ ഹിക്മത്ത്. അതിലൊരു തന്ത്രം. അതെന്താ? അള്ളാഹു അല്ലാത്തതിനൊക്കെ ഞാനിതാ ഇട്ടുകളയുന്നു, ഒഴിവാക്കുന്നു, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി ഞാൻ മുന്നിടുന്നു എന്നാണ് കൈ ഉയർത്തുന്നതിന്റെ ഉദ്ദേശം, അതിന്റെ ഹിക്മത്ത്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം തന്നെ കൈ ഉയർത്തുമ്പോ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളെയും ഞാൻ ഒഴിവാക്കി ഞാൻ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് മുന്നിടുന്നു എന്നാണ് എന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം കൂടി മനസ്സിൽ കരുതിയിട്ട് കൈ ഉയർത്തുമ്പോ അതിനൊരു പവർ വേറുണ്ട്. അതിനാണിത് പറയുന്നത്. ഒരു ഹിക്മത്ത് അതാണ്. വേറെ ഒരു ഹിക്മത്തും കൂടിയും കിതാബുകളിൽ കാണാം. മുശ്രിക്കീങ്ങളായ ആളുകൾ ചെറിയ കുട്ടി വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ എന്നാണ്, ചോട്ടാ വിഗ്രഹങ്ങൾ. അവര് അതിനെ അവരുടെ കച്ചത്തിന് ഇങ്ങനെ വെച്ചിട്ടാണ് അവര് ആരാധനകൾ നടത്തിയിരുന്നത്. അപ്പോൾ എല്ലാ സൈസ് വിഗ്രഹത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവായിക്കൊണ്ട് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നതിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി കച്ചത്തിലൊന്നും അങ്ങനെ കുട്ടി വിഗ്രഹങ്ങൾ വെച്ചിട്ടില്ല എന്നറിയിക്കാനാണ് കൈ ഉയർത്തുന്നത് എന്ന് ചില കിതാബുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബിലുള്ളതാണ് കേട്ടോ അതൊക്കെ. അതേ പ്രകാരം തന്നെ സുന്നത്തിൽപ്പെട്ടതാണ്. നേരത്തെ പല തവണ നമ്മളുടെ ചർച്ചയിൽ അത് വന്നിട്ടുമുണ്ട്. വലത്തെ കൈയിനെ ഇടത്തെ കൈയിന്റെ മുകളിൽ വെക്കൽ. വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിന്റെ ആ മുൻകൈയുടെ പുറഭാഗത്തിന്റെ മേലിൽ പിടിക്കുക. എന്നിട്ട് നെഞ്ഞിന്റെ താഴെയും പൊക്കിളിന്റെ മേലെയുമായിട്ട് നെഞ്ചിന്റെ ഇടത് ഭാഗത്ത്, അവിടെയാണ് ഹൃദയം, ആ ഭാഗത്ത് വെക്കുക എന്നത് സുന്നത്താണ്. അതേ പ്രകാരം ഒരു സുന്നത്താണ് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നത്. കഅബയുടെ അടുത്താണെങ്കിലും മാവർദി ഇമാമ് മാത്രമാണ് ഇനി എതിരായിട്ടുള്ളത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് കഅബയുടെ അടുത്താണെങ്കിൽ പോലും നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കഅബയിലേക്കല്ല നോക്കേണ്ടത്, സുജൂദിന്റെ സ്ഥാനത്തേക്ക്. അതാണ് ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇത് നിസ്കാരത്തിൽ മുഴുവനും സുന്നത്താണ്, സുജൂദിന്റെ സ്ഥാനത്തിലേക്ക് നോക്കാൻ. അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ ചൂണ്ടുവിരലിലേക്കാണ് നോക്കേണ്ടത്, സബ്ബിഹ വിരലിലേക്ക്. അത് കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറച്ച ചൂണ്ടുവിരലാണെങ്കിലും അതിലേക്ക് നോക്കണം. അങ്ങനെ ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നത് വരെ, അല്ലെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് വരെ അതിലേക്ക് നോക്കണം എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ നിസ്കാരത്തിൽ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകൾ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.